ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമുക്ക് കുറച്ച് വെള്ളരിക്കയും പിന്നെ നല്ല ഉണക്ക ചെമ്മീൻ വെച്ച് ഉണ്ടാക്കാൻ പറ്റും നല്ല പൊളി ഒരു ഐറ്റമാണ് കാണിക്കുന്നത്. നല്ല ടേസ്റ്റിയാണ്. എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ. ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ എടുത്തു വെച്ചേക്കുന്ന ആ ഉണക്ക ചെമ്മീൻ്റെയൊക്കെ തലയും വാലും ഒക്കെ ഒന്ന് കളഞ്ഞിട്ട് ഇനി അത് നന്നായിട്ടൊന്ന് ക്ലീൻ ആക്കി എടുത്തതാണ്. അത് നമുക്ക് ഒരു പാനിലോട്ട് ഇട്ടൊന്ന് റോസ്റ്റ് ആക്കി എടുക്കാം. എണ്ണ ഒന്നും ചേർക്കാതെ വേണം കേട്ടോ അതൊന്ന് റോസ്റ്റാക്കി എടുക്കാൻ. നിങ്ങൾക്കിനി എണ്ണ ചേർക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ചേർക്കാം. പക്ഷെ ഞാനിതിലേക്ക് എണ്ണയൊന്നും ചേർക്കുന്നില്ല. എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. ഒരുപാട് അങ്ങ് പൊടിഞ്ഞു പോകുന്ന പരുവത്തിലൊന്നും റോസ്റ്റ് ആക്കണ്ട, ജസ്റ്റ് ഒന്ന് വെന്ത് വന്നാൽ മാത്രം മതി കേട്ടോ. ഇതൊന്ന് റോസ്റ്റ് ആയിട്ട് ഒന്ന് തുടങ്ങിയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് റോസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഈ പരുവം വരെയൊക്കെ മതി. അങ്ങ് പൊടിഞ്ഞ് അങ്ങ് പോകുന്ന ആ പാകം ഒന്നും വേണ്ട. ഇതാണ് കേട്ടോ ഇതിൻ്റെ ഒരു പാകം. ഇതുപോലെ ഇരിക്കും. ഇനി നമുക്ക് ഇതങ്ങോട്ട് മാറ്റി വെക്കാവേ. നമുക്കിനി കുറച്ച് പരിപാടികളുണ്ട്. അതിന് വേണ്ടിയിട്ട് ഒരു ചട്ടി ഒന്ന് എടുത്ത് വെച്ചിട്ടേ അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന നമ്മുടെ വെള്ളരിക്ക ഉണ്ടല്ലോ അതങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഞാൻ ഒരു വലിയ വെള്ളരിക്കയുടെ ഒരു കാൽ ഭാഗം മാത്രമേ എടുത്തിട്ടുള്ളേ. അതുകൊണ്ട് ഇതുപോലെ ഒന്നരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് ഇനി ഇതിലേക്ക് നല്ല പഴുത്ത നോക്കി ഒരു തക്കാളി എടുത്തിട്ടുണ്ട്. അതും അത്യാവശ്യം വലുതായിട്ടാണ് അരിഞ്ഞേക്കുന്നത്. എല്ലാം ഒന്ന് അത്യാവശ്യം വലുതായിട്ട് അരിഞ്ഞാലും കുഴപ്പമില്ല കേട്ടോ. ഇനി ഇതിലേക്ക് ഞാനൊരു സവാള, അത് ചെറിയൊരു സവാളയായിരുന്നു കേട്ടോ, അതും ഒന്ന് അരിഞ്ഞെടുത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു പച്ചമുളക്. പച്ചമുളക് ചേർക്കുമ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്തോളൂ. എനിക്ക് എരിവ് വളരെ കുറച്ച് മതി, അതുകൊണ്ട് ഞാൻ ഒരെണ്ണത്തിൻ്റെ പകുതി എടുത്തിട്ടുള്ളൂ കേട്ടോ. ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ടെടുക്കുന്നുണ്ട്. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂണൊക്കെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി 1 ടീസ്പൂൺ നമ്മുടെ മുളക് പൊടി ഉണ്ടല്ലോ അതും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഞാൻ എരിവ് കുറഞ്ഞ മുളക് പൊടിയാണ് കേട്ടോ ഇട്ടേക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ നമുക്ക് ഈ സമയത്ത് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഇത് വേകാൻ പാകത്തിന് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനൊരു 1.25 കപ്പോളം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഒന്നങ്ങ് മിക്സ് ആക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് നമുക്കിത് അടുപ്പത്തേക്ക് ഒന്ന് മാറ്റാം. അവിടെ ഇരുന്നൊന്ന് വേവട്ടെ. നന്നായിട്ട് ഞാനൊന്ന് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി ഞാനിത് അടുപ്പത്തേക്ക് മാറ്റുകയാണ്. അത് വേവുമ്പോഴേക്കുവേ നമുക്കൊരു ചെറിയ കൂട്ടൊന്ന് റെഡിയാക്കണം. അതിനൊരു മിക്സിയുടെ ജാറിലോട്ട് ഒരു കൈപ്പിടിയോളം തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 ടീസ്പൂണോളം ചെറിയ ജീരകം ഉണ്ടല്ലോ അതും കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഒരല്പം വെള്ളവും കൂടെ ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ട് ഒന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം. ഇതുപോലെ നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് മാറ്റി വെക്കാവേ. നമ്മൾ വേവാൻ വെച്ചിരിക്കുന്ന സംഭവങ്ങളൊക്കെ ഇപ്പോൾ ഒന്ന് വെന്ത് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഒരു 2-3 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. നന്നായിട്ടൊന്ന് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ടിട്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ആക്കി വെച്ചേക്കുന്ന നമ്മുടെ ആ ഒരു ഉണക്ക ചെമ്മീനുണ്ടല്ലോ, ഞങ്ങളുടെ നാട്ടിൽ ഇനി ഉണക്ക കൊഞ്ചാണെന്ന് കേട്ടോ പറയുന്നത്. ഞാൻ ഒരിക്കൽ ഉണക്ക കൊഞ്ചെന്ന് പറഞ്ഞപ്പോൾ കുറേ പേര് കമൻറ്റ് ഇട്ടു, ഇത് ഉണക്ക കൊഞ്ചല്ല ഇത് ചെമ്മീനാണ് എന്നൊക്കെ പറഞ്ഞു. എന്നാൽ പിന്നെ ഇനി അങ്ങനെ തന്നെ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ എന്തായാലും ഉണക്ക ചെമ്മീൻ എന്ന് പറഞ്ഞത്. അതെല്ലാം ഞാൻ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ആക്കി എടുക്കാം. ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഈ കറി കഴിക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾ ഇങ്ങനെ ട്രൈ ആക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ആക്കി നോക്കൂ, നിങ്ങൾക്ക് ഇഷ്ടമാകും കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് വീണ്ടും നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് അവിടെ ഇരുന്നൊന്ന് അവിടെ ഒന്ന് വേവിച്ചെടുക്കാം. നമുക്കിതൊന്ന് അടച്ച് വെക്കാം. ഒരു 2 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇത് വീണ്ടും ഒന്നും കൂടെ ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടേ ഇനി നമ്മുടെ ആ ഒരു അരച്ച് വെച്ചേക്ക് നമ്മുടെ തേങ്ങയുടെ ആ ഒരു കൂട്ടുണ്ടല്ലോ അതും കൂടെ ഇതിലേക്ക് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ആ മിക്സിയുടെ ജാറിലുള്ളതെല്ലാം നന്നായിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് ഇനി ആ മിക്സിയുടെ ജാറ് കഴുകിയിട്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു 3/4 കപ്പോളം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ആക്കി കൊടുക്കാം. നിങ്ങൾക്ക് ഉപ്പൊക്കെ വേണമെങ്കിൽ നോക്കിയിട്ട് ഈ സമയത്ത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാവേ.
ഇത് നന്നായിട്ട് ഇതുപോലൊന്ന് മിക്സാക്കി എടുത്തിട്ട് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഒരുപാട് നേരമായിട്ട് തിളപ്പിക്കുകയൊന്നും ചെയ്യരുത്. ഒന്ന് തിളച്ച് തുടങ്ങിയാൽ മാത്രം മതി കേട്ടോ. ഒരൊറ്റ തിള വന്നാൽ മതി. അപ്പോഴ് ഒന്ന് തിളക്കട്ടെ. നന്നായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. നമ്മുടെ കറി ഇവിടെ സെറ്റായിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സമയത്ത് ഒരു താളിപ്പും കൂടെ ചേർത്താൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഞാൻ പൊതുവേ എണ്ണയുടെ ഉപയോഗം കുറച്ചേക്കുന്നതുകൊണ്ട് ഞാൻ ചേർക്കുന്നില്ല. താളിപ്പൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾ ചേർത്തോളൂ കേട്ടോ. അപ്പോൾ അതാണ് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള വെള്ളരിക്ക ചെമ്മീൻ കറി റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾ ട്രൈ ആക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. അതുപോലെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനിയൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.